ഇരുട്ടിൽ ഞാൻ നിന്നു പാത ഒരൊറ്റയായപ്പോൾ കൈപിടിക്കാൻ ആരുമില്ല, നെഞ്ചിൽ ഭാരമേറെ. പക്ഷേ നീ വിളിച്ചു ഭയപ്പെടേണ്ട എന്ന് എൻ്റെ ഉള്ളിൽ പതി. അനേകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും പ്രശ്നം വരുമ്പോഴും ഒക്കെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെ ഒരു പ്രയാസമാണ്, എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാണാം. ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ പറയുമ്പോൾ ഓർക്കണം, ശരിയായി നിങ്ങളൊരു ഭയത്തിൽ കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഭയമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭയമെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫെയ്ത്ത് പ്രോസസ്സാണത്. അപ്പോൾ ഈ ഭയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് നന്നായി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളുടെ ഭാഷ മാറും, നിങ്ങളുടെ ചിന്ത മാറും, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകും. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ ഭയത്തിനുണ്ടാകുന്നത്. ഭയം വന്നു കഴിയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ചിന്തിക്കും, അയ്യോ എന്ത് ചെയ്യും, ഇനി എങ്ങനെ പോകും, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, ഭാവി എന്താകും, ജീവിതം എന്താകും, എങ്ങനെയൊക്കെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഭയത്തിനടിമയാണെന്നാണ്. ഭയം വരുമ്പോൾ നമ്മൾ മാനസികമായി തളരും, സ്ട്രെസ് ഔട്ടാവും, നമ്മൾ ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലെത്തും, ക്ഷീണമുണ്ടാകും, തളർച്ചയുണ്ടാകും, മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ വല്ലാത്ത ഒരു ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം തോന്നും, ഉറക്കം നഷ്ടപ്പെടും, ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല, വിശപ്പില്ല, ഉറക്കമില്ലാതെ വരിക, ഇങ്ങനെ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഭയം മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് വന്നു കഴിഞ്ഞ് നമ്മൾ വിശ്വസിച്ച കാര്യം ദൈവം നടത്തും, ദൈവം കരുതും, എല്ലാം നന്നായി വരും, എല്ലാം അനുഗ്രഹമാവും, എല്ലാം ഭംഗിയാകും എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം അപ്രത്യക്ഷമായി. എന്ത് ചെയ്യും, എങ്ങനെ പോകും, എന്തായിത്തീരും എന്നുള്ള ആദി ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ധൈര്യം, ഇതെല്ലാം നഷ്ടപ്പെടും. ഇതിനെതിരെയാണ് കർത്താവ് എപ്പോഴും സംസാരിച്ചത്. കർത്താവ് വെച്ചു, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്, നിങ്ങളെന്തിനെങ്ങനെ ഭീരുക്കളാകുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഭയം നമ്മളെ ബാധിച്ചാൽ, ഭയം നമ്മളെ പിടിച്ചാൽ, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഭയം, സാമ്പത്തിക കാര്യങ്ങൾ ഓർത്ത് ഭയം, ഇങ്ങനെയുള്ള ഭയങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭയം നമ്മളെ ബാധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ ദൈവം തന്നിട്ടുണ്ട്. ഈ ലോകത്തെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്കൂടെ അവകാശപ്പെട്ടതാണ്. ചില കാര്യങ്ങൾ, ചില നാളുകളിൽ, ചില സമയങ്ങളിൽ, ചില നിമിഷങ്ങളിൽ എനിക്കൊരു ക്ഷീണമുണ്ടാകാം, തളർച്ച ഉണ്ടാകാം. പക്ഷേ ദൈവം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ സമൃദ്ധിയിലും സന്തോഷത്തിലും ആനന്ദത്തിലും ആക്കാനാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ. ഭയത്തിന് വിരോധമായുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ബലമായി നമ്മൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അപ്പോൾ കേട്ടുകൊണ്ടിരിക്കണം. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ആൾക്കാരെ നമ്മളപ്പോൾ ഒപ്പം കൂട്ടണം. ഭയമുണ്ടെങ്കിൽ ധൈര്യപ്പെടുത്തുന്നവർ വിളിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തുന്ന ദൈവവചനങ്ങളെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം. കർത്താവ് പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സഭകളെ ഭയങ്കരമായി ധൈര്യപ്പെടുന്നുണ്ട് ഓരോ സമയങ്ങളിൽ. ഫിലിപ്പിയ സഭ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പോകുമ്പോൾ പൗലോസ് അത്ര ശക്തമായിട്ടാണ് അവരെ ധൈര്യപ്പെടുന്നത് അറിയാമോ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തൻ്റെ ദാനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം പൂർണ്ണമായും തീർത്തു തരും. കൊരിന്ത്യരോട് പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നനാക്കുവാൻ അവൻ ദരിദ്രനായി തീർന്നു. കർത്താവ് സമ്പന്നനായിരുന്നിട്ടും നമ്മളെ സമ്പന്നനാക്കുവാൻ കർത്താവ് ദരിദ്രനായി തീർന്ന കൃപ നിങ്ങളൊന്ന് ഓർക്കുക. അങ്ങനെ എത്ര ആശ്ചര്യകരമായിരിക്കുന്ന ധൈര്യപ്പെടുത്തലുകളാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്കുള്ളത്. യേശു കർത്താവ് പറയുന്നത് എന്താ? ഭീരുക്കളാകുന്നത് എന്തിനാണ്? നിങ്ങളുടെ വിശ്വാസം എവിടെ?
ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കർത്താവ് പറയാം ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞത്. എന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുക, ഭയപ്പെടുകയാണെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന് പറയുക, അതിൻ്റെ അർത്ഥം നമ്മൾ ഭയപ്പെടുക എന്നാണ് പറയുന്നത്. നമ്മൾ ഭയപ്പെടുക, അതാണ് കർത്താവ് പറയുന്നത് ഭയപ്പെടണമെന്ന് പറയുന്നത്. നമ്മൾ ഭീരുക്കളാകുക. എങ്ങനെ ഭീരുക്കളാകുന്നത്? ചുറ്റുപാടുകളാണ് നമ്മൾ നോക്കുന്നത്. കാറ്റും കോളും തിരമാലയും കടലിൻ്റെ ആഴവും എല്ലാം നമ്മൾ വീക്ഷിക്കുവാണ്. അവിടെ ഭയമുണ്ടാകും. നമ്മൾ ഇതിൻ്റെ എല്ലാം ശബ്ദം കേൾക്കുക, കാറ്റിൻ്റെ കടലിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുക, ഭയമുണ്ടാകും. അവിടെ നമുക്ക് നമ്മുടെ ചെവിയിൽ ഓതുന്ന മറ്റൊരു ശബ്ദമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ പറയുന്ന മറ്റൊരു ശബ്ദമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അഗ്നി ദഹിപ്പിക്കുകയില്ല, വെള്ളം നിന്നെ കവിഞ്ഞു പോകുകയില്ല, നിന്നെ നടത്തുന്ന ദൈവം കൂടെയുണ്ട് എന്ന് നമ്മുടെ ഉള്ളിലൊരു ശബ്ദം. പ്രിയമുള്ളവരെ, ഈ വിധ ഭയങ്ങൾ നിങ്ങളെ അലട്ടുന്നെങ്കിൽ, ഈ വിധ ഭയങ്ങൾ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ, ഈ വിധ ഭയങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഓർക്കണം, നിങ്ങൾ വിശ്വാസത്തിൻ്റെ പാതയിലോ വിശ്വാസത്തിൻ്റെ അത്ഭുതങ്ങളിലേക്കോ അല്ല പോകുന്നത്, മറിച്ച് വലിയ പരാജയത്തിലേക്കും നാശത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താണ് പരിഹാരം? പരിഹാരം ഒന്നേ ഉള്ളൂ, നമ്മൾ സ്വയം ധൈര്യപ്പെടുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ദൈവവചനത്തിലേക്ക് തിരിയുക. ദൈവവചനത്തിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, ഭയം അത്രമേൽ നമ്മളെ ബാധിച്ചെങ്കിൽ ദൈവവചനം സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ പ്രാപ്തരായ പ്രാർത്ഥിക്കുന്നവരെ സഹായത്തിനായി വിളിക്കുക, അവരോട് സംസാരിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ദൈവവചനം പറയുക, പരസ്പരം ധൈര്യപ്പെടുത്തുക. കർത്താവ് കൂടെയുണ്ടെങ്കിൽ, ദൈവം കൂടെയുണ്ടെങ്കിൽ, അതാണ് ദൈവവചനം പറയുന്നത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ദൈവം നമുക്കെപ്പോഴും അനുകൂലമാണെന്ന് ഓർക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ. നമുക്ക് അനുകൂലമാണ് ദൈവം. ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വാസത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി വലിയ അനുഗ്രഹത്തിൻ്റെ കുടിമുടിയിൽ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ അതിനാണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഭയം നിങ്ങളെ വേട്ടയാടുന്നെങ്കിൽ, ഏത് ഭയമായിക്കോട്ടെ, രോഗത്തെക്കുറിച്ചുള്ള ഭയം, കടബാധ്യതയെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഭയം, അപകടങ്ങളെക്കുറിച്ചുള്ള ഭയം, ഏത് ഭയമായാലും ആ ഭയത്തിനൊന്നും ഒരു അടിസ്ഥാനമില്ല. കാരണം നമ്മളെ നടത്തുന്ന കർത്താവാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ഭയങ്ങളെല്ലാം മാറ്റിവെക്കണം. ഈ ഭയത്തിനൊന്നും ഞാൻ അധീനനല്ല എന്ന് പറയണം. ദുഷ്ടൻ ഭയപ്പെടുന്നൊക്കെ അവന് ഭവിക്കുമെന്നാണ്. നമ്മൾ കർത്താവിൻ്റെ രക്തത്തിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരും നീതിമാന്മാരുമാണ്. നമ്മൾ ഭയപ്പെടുന്നതല്ല നമുക്ക് ഭവിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നതാണ് നമുക്ക് ഭവിക്കുന്നത്. ഭയം വന്നോട്ടെ, ഭയം പൊക്കോട്ടെ, ഭയമല്ല എന്നെ ഭരിക്കുന്നത്. ഭയം എന്നിൽ വരുമ്പോൾ ഈ ഭയത്തെ ഞാൻ പേടിക്കുന്നില്ല. കാരണം വചനം പറയുന്നു, ഭയപ്പെടുന്നതല്ല എനിക്ക് വരുന്നത് ഞാൻ വിശ്വസിക്കുന്നതാണ്. യേശു പറഞ്ഞ നീ ഭയപ്പെടുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നല്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന് എല്ലാവരുടെയും കർത്താവ് പറഞ്ഞെങ്ങനെയാണ്, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, വിശ്വാസത്തെ ധ്യാനിച്ചുകൊണ്ട്, ഞാൻ വിശ്വസിക്കുന്ന ഇതാണല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ഒരു സമൃദ്ധിയാണല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ഒരു അനുഗ്രഹമാണല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ഐശ്വര്യമാണല്ലോ, ഞാൻ വിശ്വസിക്കുന്നത് അത്ഭുതമാണല്ലോ, ഞാൻ വിശ്വസിക്കുന്ന മക്കളുടെ നല്ല ഭാവിയാണല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ഒരു അനുഗ്രഹപൂർണ്ണമായിരിക്കുന്ന സാമ്പത്തിക ഭദ്രതയുള്ളൊരു ജീവിതമാണല്ലോ ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവ് എനിക്കായെല്ലാം വഴിയൊരുക്കിയിരിക്കും. അങ്ങനെ നമ്മൾ ഭയത്തിനെതിരെ വലിയ ചലഞ്ചുകൾ നടത്തിയാൽ മതി. ഭയം വരുമ്പോൾ ഈ ഭയത്തെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞാൽ ജയാളിയായ കർത്താവിൻ്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. സ്വർഗത്തിലെ പിതാവായ ദൈവം എന്നെ സ്നേഹിച്ച് എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പുത്രനായ ക്രിസ്തു. ആ ക്രിസ്തു ലോകത്തെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ലോകത്തെ ജയിക്കും. ഞാൻ പരാജയപ്പെടുകയില്ല, ഞാൻ തളർന്നു പോകുകയില്ല, ഞാൻ താഴ്ന്നു പോകുകയില്ല. കർത്താവ് കൂടെയുണ്ട്. കർത്താവിൻ്റെ ബലത്തിൽ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ബലത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. കർത്താവ് പറഞ്ഞ എന്താണ്? എൻ്റെ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവൻ പാറമേൽ ആഴത്തിൽ കുഴിച്ച് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാകും. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ പൊങ്ങി, ആ വീട്ടിന്മേൽ വന്നലച്ചു. പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അത് വീണില്ല.
കർത്താവിൻ്റെ വചനത്തെ കേട്ട്, കർത്താവിൻ്റെ വചനം ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ വചനം ധ്യാനിച്ച്, കർത്താവിൻ്റെ വചനത്തിൽ ധ്യാനിച്ചും അനുസരിച്ചും ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വൻമഴ ചൊരിയും, കാറ്റടിക്കും, നദികൾ പൊങ്ങും, വീട്ടിൽ മേൽ വന്നാലേക്കും പക്ഷെ വീഴത്തില്ല. എത്ര ഉറപ്പുള്ളൊരു ബലമാണ് ദൈവമക്കളേത്, എത്ര ഉറപ്പുള്ള ഒരു വാക്കാണത്. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങളൊന്നും മാറത്തില്ലെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ, ആശ്രയിക്കാൻ, നമ്മുടെ ഭയത്തെ തുരത്താൻ ഏറ്റവും നല്ലത് ദൈവവചനമാണ്. ആ ദൈവവചനം കേട്ട് ഓരോ ദിവസവും ദൈവവചനം ധ്യാനിക്കണം, ഓരോ ദിവസവും ദൈവവചനം കേൾക്കണം. ആ ദൈവവചനം, കർത്താവിൽ നിന്നുള്ള വചന സുവിശേഷങ്ങൾ നിരന്തരം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം, അത് കേൾക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, വചനങ്ങളെ കേൾക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഭാഗ്യമുള്ളവരെന്നാണ്. അതുകൊണ്ട് ഭയത്തെ ഓടിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അതിനെതിരെ നമ്മൾ പൊരുതണം. ഭയമല്ല ഇവിടെ വിഷയം. കർത്താവ് പറഞ്ഞു, ഭയപ്പെടുന്നതല്ല നിനക്ക് വരുന്നത്, നീ വിശ്വസിക്കുന്നതാണ് വരുന്നത്. ഞാൻ ഭയപ്പെടുന്നതല്ല എനിക്ക് വരുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് സംഭവിക്കത്തുള്ളൂ. ഇത് ഭയം വരുമ്പോഴെല്ലാം ഏറ്റു പറയണം. അങ്ങനെ പറയുമ്പോൾ ദൈവപ്രവൃത്തി, ദൈവശക്തി നമ്മളിലൂടെ പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും. അതുകൊണ്ട് ഭയമുണ്ടെങ്കിൽ വിശ്വാസം പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് ഭയത്തെ ഓടിച്ചുകൊണ്ടിരിക്കട്ടെ എപ്പോഴും. ഭയം നമ്മളെ കൺട്രോൾ ചെയ്യരുത്, ഭയം നമ്മുടെ മേൽ വാഴരുത്, ഭയം നമ്മളെ നിയന്ത്രിക്കരുത്, ഭയം നമ്മുടെ ഉറക്കം കെടുത്തരുത്, ഭയം നമ്മുടെ വിശപ്പിനെ കളയരുത്, ഭയം നമ്മളെ അസ്വസ്ഥമാക്കരുത്, ഭയം നമ്മളെ ബാധിക്കരുത്. വിശ്വാസം പ്രവർത്തിക്കാൻ തുടങ്ങും. വചനം നമ്മളെ ബലപ്പെടുത്തട്ടെ, വചനം നമ്മളെ ശക്തീകരിക്കട്ടെ. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു പഠന പദ്ധതിയുണ്ട്. ആ പാഠ്യപദ്ധതിയിൽ എല്ലാവരും ചേരണം. 15 പേരുടെ ആദ്യത്തെ ബാച്ച് ജൂൺ മാസം തുടങ്ങും. എല്ലാവരും ചേരണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ധാരാളമായി.